പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴെ തളർന്ന രണ്ട് പ്രതിഭകളുടെ സംഗമം വേറിട്ട അനുഭവമായി മാറി. സ്കൂളിന്റെ പടി പോലും ചവിട്ടാതെ വീട്ടിൽ നിന്ന് പഠിച്ച് പരീക്ഷ എഴുതി ഉന്നത ഡിഗ്രിയും സർക്കാർ ജോലിയും നേടിയ ചെറുവാടി കൊട്ടുപ്പുറത്ത് ഷൗക്കത്തും കാരാളിപ്പറമ്പ് സ്വദേശി സഫാദുമാണ് ഷൗക്കത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് അല്പസമയം ഒത്തുചേർന്നത്. പോളിയോ ബാധിച്ച് ശരീരത്തിന്റെ അരയ്ക്ക് താഴെ തളർന്നു കിടക്കുമ്പോഴും ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം സ്കൂളിന്റെ പടി പോലും ചവിട്ടാതെ ഉന്നത ഡിഗ്രികൾ വാങ്ങിക്കൂട്ടുകയും സർക്കാർ ജോലി നേടുകയും ചെയ്ത ചെറുവാടി പൊറ്റമ്മൽ കൊട്ടുപ്പുറത്ത് ഷൗക്കത്തിനെ തളർത്തിയ അതേ രോഗം മൂലം കഷ്ടപ്പെടുന്ന സഫാദും തമ്മിൽ അല്പനേരം ഒത്തുചേർന്നത് അപൂർവ സംഗമമായി മാറുകയായിരുന്നു. ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സഫാദ്. ജന്മന അരയ്ക്ക് താഴ്ഭാഗം തളർന്ന് നടക്കാൻ കഴിയാത്ത ഈ വിദ്യാർത്ഥി നന്നായി പഠിക്കും. സഫാദിന്റെ അയൽനാട്ടുകാരനാണ് ചെറുവാടി പൊറ്റമ്മൽ കൊട്ടപ്പുറത്ത് ഷൗക്കത്ത്. സഫാദിനെ കുറിച്ച് അറിഞ്ഞതു മുതൽ ഒന്ന് കാണണമെന്നത് ഷൗക്കത്തിന്റെ വലിയ മോഹമായി. വെറുതെ പരിചയപ്പെടാനല്ല, ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള ആത്മവിശ്വാസവും ഊർജവും പകർന്നു നൽകുന്നതിന്. അതിന് തന്റെ ജീവിത മാതൃക തന്നെ ധാരാളം മതിയാവുമെന്ന് ഷൗക്കത്തിന് നല്ല ഉറപ്പുണ്ട്. പരിമിതികളെ പൊരുതി തോൽപ്പിച്ച് നേടിയതാണ് ആ ജീവിത വിജയം. തളർന്ന ശരീരത്തിന് ഷൗക്കത്തിന്റെ മനസ്സ് തളർത്താനായിരുന്നില്ല. സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും വിജയിക്കാനുറച്ച മനസ്സുമായി വീട്ടിലിരുന്ന് പഠിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്ദ ബിരുദവും നേടി. ചെറുവാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ക്ലർക്കായി ജോലിയും സമ്പാദിച്ചു. കാരാളിപ്പറമ്പിൽ പൈക്കാട്ടിൽ അബ്ദുറഹ്മാന്റെയും ഹഫ്സത്തിന്റെയും മകനാണ് സഫാദ്. സഫാദിന്റെ വീട്ടിലേക്ക് വാഹനമെത്തില്ല. ഷൗക്കത്തിന്റെ അഭ്യർത്ഥന മാനിച്ച സുഹൃത്തുക്കൾ സഫാദിനെ ഷൗക്കത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. അടുത്ത വർഷം SSLC പരീക്ഷ എഴുതുന്ന തനിക്ക് വലിയ ആത്മവിശ്വാസമാണ് നേടാനായതെന്ന് സഫാദ് പറഞ്ഞു. ഞാൻ ഇപ്പോൾ 9ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പം അടുത്ത കൊല്ലം SSLC എഴുതാനും. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു പഠിക്കാതൊന്നും അധികം ക്ലാസ് പോകാതൊന്നും അന്നൊരു കാക്ക ഡിഗ്രി എഴുതി ഞാൻ അറിഞ്ഞ്. അപ്പോൾ ആ കാക്കനെ ഒന്ന് കാണാനും അത് കാക്കനോടൊരു ഉപദേശമൊക്കെ നേടാനൊക്കെയാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പം അടുത്ത കൊല്ലം എനിക്ക് 10ാം ക്ലാസ് എഴുതാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപദേശമൊക്കെ തേടണം, അതിനുവേണ്ടി വന്നതാണ്. ഷൗക്കത്ത് സ്വന്തം വിജയഗാഥയും സ്റ്റീഫൻ ഹോക്കിൻസിന്റെയും നിക്കോളാസ് ബുജിസിക്കിന്റെയും ഒക്കെ ജീവിതകഥകളും കൊച്ചനുജന് പകർന്നു നൽകി. നമ്മൾ ആത്മവിശ്വാസവും മനക്കരുത്തും ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഏത് പ്രതികൂല നിർജീവമായ ഒരു മനസ്സും സജീവമായൊരു ശരീരവും ഉണ്ടായിട്ട് വലിയ പ്രയോജനമില്ല. നേരെ മറിച്ചിട്ട് സജീവമായൊരു മനസ്സും നിർജീവമായൊരു ശരീരവും ഉണ്ടെങ്കിൽ സജീവമായ മനസ്സിൻ്റെ കൂടെ ചിലപ്പം കുറേ ആളുകൾ പുറത്തുനിന്നുള്ള സപ്പോർട്ടോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സജീവമായ മനസ്സിൻ്റെ സഹായത്താൽ വേണമെങ്കിൽ സ്പേസിൽ വരെ പോകാൻ നമുക്ക് സാധിക്കും. ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. ഒപ്പം സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കാൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ ഉൾപ്പെടെ കുറെ പുസ്തകങ്ങളും സമ്മാനിച്ചു. അസാധാരണമായ ഇവരുടെ സംഗമം കാണാൻ ഇരുവരുടെയും കുടുംബാംഗങ്ങളെ കൂടാതെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KV അബ്ദുറഹ്മാൻ, ചേറ്റൂർ മുഹമ്മദ് ബാപ്പു, മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അഷ്റഫ്, ഡയറ്റ് സീനിയർ ലെക്ചറർ N അബ്ദുറഹ്മാൻ, കോടഞ്ചേരി കോളേജ് ലെക്ചറർ OC അബ്ദുൽ കരീം തുടങ്ങിയവർ എത്തിയിരുന്നു. ജീവിതത്തിൽ ഇന്ന് വരെ സ്കൂളിന്റെ പടി പോലും ചവിട്ടാതെ ഉന്നത ഡിഗ്രി നേടിയ ഷൗക്കത്തിനെ കാണാൻ സഫാദ് എത്തിയപ്പോൾ അത് രണ്ട് പ്രതിഭകൾ തമ്മിലുള്ള സംഗമത്തിന്റെ അപൂർവ വേദിയായി മാറുകയായിരുന്നു. ക്യാമറാമാൻ രാജേഷ് കാരമുലിക്കൊപ്പം ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.